സെക്കൻഡിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം അല്ലേ? അപ്പോൾ അതിന് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് എഴുതുക, കൃത്യമായിട്ടുള്ള മാർക്കിനനുസരിച്ച് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവചരിത്ര കുറിപ്പ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, അപ്പോൾ അത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജീവചരിത്ര കുറിപ്പ് എഴുതാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും അല്ലേ? അവരുടെ ജനനം, അവർക്ക് കിട്ടിയ അവരുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും പേര് തരാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലെ അതിൻ്റെ വിദ്യാഭ്യാസ കാലം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ, ഇപ്പം എന്തെങ്കിലും കവിതയോ കഥകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൃതികൾ നമുക്ക് തന്നിട്ടുണ്ടാവും, അവരുടെ മരണത്തിനെ പറ്റി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോയിന്റ് ആക്കിയിട്ടാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ജീവചരിത്ര കുറിപ്പിലേക്ക് നമ്മൾ മാറ്റി എഴുതാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവന്റെ ചരിത്രമാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ജീവിതം നടന്നു പോകുന്ന രീതി, അതായത് ആദ്യം തന്നെ നമ്മൾ കൊണ്ടുപോയി മരണം എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ ജനിക്കുന്നത് മുതൽ മരണം വരെ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു കാലക്രമേണ തന്നെ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനം നമ്മൾ എന്താണ് അവരുടെ മരണത്തിലാണ് നമ്മളത് അവസാനിപ്പിക്കേണ്ടത്. ഇപ്പോൾ മരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കാണ് അവസാനിപ്പിക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജനനത്തിനെ പറ്റി തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ഒന്ന് കഴിഞ്ഞ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മിസ് ജസ്റ്റ് പറഞ്ഞുതരാം. സോ ആദ്യം നമുക്ക് പ്രാരംഭ ജീവിതമാണ് നമ്മൾ നോക്കേണ്ടത്. പ്രാരംഭ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ജനനം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ജീവചരിത്ര കുറിപ്പ് എഴുതുമ്പോൾ ആരുടെ ജീവചരിത്ര കുറിപ്പാണോ എഴുതുന്നത് അയാളുടെ പേര് നല്ല ഹെഡിങ് ആയിട്ട് ശീർഷകം നിങ്ങൾ കൊടുത്തു വയ്ക്കുക. അതിനുശേഷമാണ് നമ്മൾ പ്രാരംഭ ജീവിതത്തിൽ നിന്ന് തുടങ്ങുന്നു. അപ്പോൾ അതിൽ ജനന തീയതി, സ്ഥലമൊക്കെ നമ്മൾ എഴുതി കൊടുക്കുക. ഇനി മാതാപിതാക്കൾ ആരൊക്കെയാണ്, അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ടാണ് ജനിച്ചിട്ടുള്ളത് എന്നത് പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 1900 ഇത്ര തീയതിയാണ് ഇവരുടെയും മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ടാണ് ജനിച്ചത്. എന്നിട്ട് എന്തെങ്കിലും വളരെ താഴ്ന്ന കുടുംബത്തിലാണ് അല്ലെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഉയർന്ന ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത് എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം നമുക്കറിയാം വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം ചെറിയ സമയം സ്കൂൾ കാലഘട്ടം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിഗ്രി എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ബിരുദം എടുത്തിട്ടുണ്ട്, ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുണ്ട്, ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും വലിയ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അതിനുശേഷം കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും. ഇനി പ്രത്യേക പഠനങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ന വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷമാണ് നമ്മുടെ തൊഴിൽ ജീവിതത്തിനെ പറ്റി എഴുതുക. തൊഴിൽ ജീവിതം എന്ന് പറയുമ്പോൾ ആദ്യം എന്തായിരുന്നു, എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യ ജോലിനെ പറ്റി പറയാം. ഇനി ആ സമയത്ത് അദ്ദേഹം എന്തെങ്കിലും പ്രധാന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വേണ്ടി എന്തെങ്കിലും പുതിയ സംഭാവനകൾ നമ്മുടെ സോഷ്യലി സാമൂഹികമായിട്ട് എന്തെങ്കിലും വളരെ ഉന്നതയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. അതിനുശേഷം വ്യക്തിപരമായ ജീവിതത്തിനെ പറ്റി എഴുതുക. കുടുംബം, വിവാഹം അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശീലങ്ങളും താല്പര്യങ്ങളും അത് രീതിയിൽ. ഇനിയിപ്പോൾ തന്നാൽ മാത്രമാണ് ഇതൊക്കെ നിങ്ങൾ എഴുതണ്ടുള്ളൂ. അപ്പോൾ ആ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഏത് എഴുതണം, അത് കഴിഞ്ഞ് ഏത് എഴുതണം എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അതിനുശേഷം എഴുതേണ്ടതാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക പങ്കാളിത്തം. അതായത് എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. സാംസ്കാരിക കലാ സാഹിത്യ സംഭാവനകൾ നമുക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും. അതായത് അദ്ദേഹം സമ്മാനിച്ച കൃതികൾ നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും ആ രീതിയിലുള്ള അവർ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ആ ഒരു അവരുടെ എന്തായാലും ജീവചരിത്ര കുറിപ്പ് എഴുതാൻ വേണ്ടി തരുമ്പോൾ അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് തരിക അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലഭിച്ച പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ എഴുതാം. അതിൻ്റെ ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, അവരുടെ അന്ത്യത്തിനെ പറ്റി എഴുതേണ്ടത്. മരണ തീയതി, സ്ഥലം ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന വർഷം അദ്ദേഹം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സ്ഥലത്ത് വെച്ച് അന്തരിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഓർമ്മിപ്പിക്കപ്പെടുന്ന എന്തെങ്കിലും സംഭാവനകളിൽ നിങ്ങൾക്ക്
അത് പറയാം. ഇതെല്ലാം എഴുതുമ്പോൾ നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷയിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മൾ വെറുതെ സംസാരിക്കുന്ന രീതിയിലല്ലാതെ മലയാളം പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു വാക്കുകളുടെ പ്രയോഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ നന്നായിട്ട് എൻ്റെ കുട്ടികൾ എഴുതാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ബാലലീല എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എഴുതി തന്നിട്ടുള്ള ആ ഒരു കവിത നമുക്ക് രചിച്ച് തന്നിട്ടുള്ള ബാലാമണി അമ്മയാണ്. അപ്പോൾ ബാലാമണി അമ്മയുടെ ഒരു ജീവചരിത്ര കുറിപ്പ് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വെച്ച് ബാലാമണി അമ്മയുടെ ഒരു ജീവചരിത്ര കുറിപ്പാണ് മിസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തരുന്നത്. നോക്കാം. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവയിത്രിയായിരുന്നു ബാലാമണി അമ്മ. കേരളത്തിന്റെ സാഹിത്യ രംഗത്ത് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ ബാലാമണി അമ്മയെ മാതൃസംഗീതത്തിന്റെ കവയത്രി എന്ന് വിളിക്കാറുണ്ട്. നോക്കൂ, അപ്പോൾ ആദ്യം നമ്മൾ ബാലാമണി അമ്മയെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി അദ്ദേഹത്തിന്റെ ജനനത്തിനെ പറ്റി പറഞ്ഞു കേട്ടോ. ബാലാമണി അമ്മ 1909 തിരുവനന്തപുരത്താണ് ജനിച്ചത്. ഔപചാരിക വിദ്യാഭ്യാസം ഒന്നും ലഭിച്ചിട്ടില്ല അല്ലെ. വിദ്യാഭ്യാസത്തെ പറ്റി പറയാൻ അവിടെ വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുശേഷം വിദ്യാഭ്യാസം എഴുതി. ഇനി നോക്കൂ, സാഹിത്യ മഞ്ജനും അതുപോലെ തന്നെ കവിയും വിവർത്തകനും എല്ലാമായിരുന്ന അമ്മാവൻ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ലൈബ്രറി ആയിരുന്നു പഠനശാല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ആ ഒരു വിദ്യാഭ്യാസത്തിനെ പറ്റി അവിടെ പറഞ്ഞു. ഇനി അവർക്ക് യൗവനകാലത്ത് തന്നെ കണ്ടോ കാവ്യരചനകൾ, അപ്പോൾ അവരുടെ സംഭാവനകളാണ് കാവ്യരചനയിലാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള കൃതികൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്തെഴുതി, കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷത്ത് തമ്പുരാനിൽ നിന്നും 1900 അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളും അംഗീകാരങ്ങളുമാണ് ഇനി നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ സാഹിത്യ നിപുണ ബഹുമതി നേടിയ ബാലാമണി അമ്മയ്ക്ക് 64 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. സാഹിത്യ പരിഷത്ത് പുരസ്കാരങ്ങൾ കിട്ടി. 66 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 78 കേന്ദ്ര സർക്കാരിൻ്റെ പത്മഭൂഷൺ ബഹുമതി കണ്ടോ. അപ്പോൾ അംഗീകാരങ്ങളും അവർക്ക് കിട്ടിയുള്ള അവാർഡുകളും നമ്മൾ പറഞ്ഞു. അവസാനം നമ്മൾ എന്തിൽ അവസാനിപ്പിച്ചു നോക്കൂ, 2004 സെപ്റ്റംബർ 29 അന്തരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് അന്തരിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് നമുക്കത് മാത്രം എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അവസാനിപ്പിക്കുക. അപ്പോൾ അവരുടെ ഒരു ജീവിത കാലഘട്ടം എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ജീവചരിത്ര കുറിപ്പിൽ പറയണം. ഇങ്ങനെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, ഇതുപോലെ എൻ്റെ കുട്ടികൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 1 മാർക്ക് പോലും നിങ്ങൾക്ക് പോവില്ല. അത് മിസ്സിൻ്റെ ഉറപ്പാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളും ചാപ്റ്ററും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ലൈവിലേക്ക് എത്താം. ഓക്കെ, താങ്ക് യു.